നമ്മുടെ നിർഭയം നിരന്തരം എന്ന് കൊട്ടിഘോഷിക്കുന്ന കേരളത്തിലെ മുൻനിര മാധ്യമങ്ങൾ സൗകര്യപൂർവ്വം മറക്കുന്ന ചില വാർത്തകളുണ്ട്. ഒന്ന്, പെൻഷൻ മുടങ്ങി. രണ്ട്, പെൻഷൻ കൊടുത്തു. എവിടെ കൊടുത്തത്? കേരള കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിന്റെ ഫ്രണ്ടില്. അതും യാചകരെ പോലെ ഒരു കൂട്ടം മനുഷ്യർ. മൂന്നാമത്, ബന്ധു നിയമനം, അതായത് ഒരു മന്ത്രി നിയമിച്ചു ബന്ധുവിനെ. നാലാമത്, കോൺഗ്രസ് DCC കമ്മിറ്റിയിലേക്ക് ഒരു പുതിയ തെരഞ്ഞെടുപ്പ് ഉണ്ടായി. ആരെയാ തെരഞ്ഞെടുക്കപ്പെട്ടത്? കൊലക്കേസ് പ്രതി. അഞ്ചാമത്, വിലക്കയറ്റം. ആറാമത്, ഈ പറഞ്ഞ മുമ്പെങ്ങുമില്ലാത്ത രൂക്ഷമായ വെള്ളക്കെട്ട് പ്രശ്നം. ഏഴാമത്, സർക്കാർ ആശുപത്രികളിലെ വൃത്തിഹീനമായ സാഹചര്യങ്ങളും അതുപോലെ തന്നെ ചികിത്സാ പിഴവുകളും. എട്ടാമതായിട്ട്, മതേതരത്വം മാത്രം പറഞ്ഞുകൊണ്ട് ഇലക്ഷൻ ജയിച്ചു വന്ന ആളുകൾ വർഗീയത മാത്രം പറയുന്നവരെ, അതും ഈ പറഞ്ഞ നമ്മൾ ജനാധിപത്യ രീതിയിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാർ നിയോഗിച്ച ഒരു മന്ത്രിയാണ് കേട്ടോ ഈ പറഞ്ഞ വർഗീയത പറയുന്ന ആളുകളുടെ അടുത്ത് പോയി ആശീർവാദം വാങ്ങിച്ചത്.